എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. ഇന്ന് സ്വാഗതം പറയാനും ഒച്ചയും ബഹളവും അനക്കങ്ങളോ ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടാ. ഞാൻ നമ്മള് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഓർത്തങ്ങനെ എന്തായാലും ഒരു വീഡിയോ ഒക്കെ എടുക്കാം. കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട്. എന്താന്ന് വെച്ചാൽ പനി പിടിച്ച് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ശനിയാഴ്ച പിടിച്ച പനി 2 ദിവസം മുന്നേ തന്നെ തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചില്ല കേട്ടോ പനി വരുമെന്ന്. എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പനി വരാറില്ല. അങ്ങനെ പനി പിടിച്ച് എന്നെ അങ്ങോട്ട് ഒലച്ച് കളഞ്ഞെന്ന് പറഞ്ഞാൽ ഒന്നും ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം വരെ മര്യാദക്കായി പോയിട്ടില്ല. വീഡിയോ എടുക്കാനും പറ്റില്ല, ഇൻസ്റ്റയിലേക്ക്, ജിമ്മിൽ പോണില്ല, ജോലിക്ക് പോകുന്നുണ്ട്. ജോലിക്ക് ഒരു ദിവസം ലീവ് എടുത്ത്, ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ 2 ദിവസം എടുക്കേണ്ട വന്നില്ല. ഒരു ദിവസം ലീവ് എടുത്ത് പിന്നെ ഒരു ദിവസം ഓഫീസിൽ പോയി അവിടെ ചടഞ്ഞിട്ട് കിടന്ന് അങ്ങനെ തള്ളി ദിവസങ്ങൾ ഇങ്ങനെ ഇത്രയും ദിവസമായി നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട്. അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. പനിയുടെ മുമ്പിൽ നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ല എന്നുള്ള ഇതോടുകൂടി തന്നെ ഞാൻ അതീവ ശക്തിയോടുകൂടി തിരിച്ചു വന്നേക്കണേണ്. ചെറിയ ചുമയൊക്കെ ഉണ്ട്, ചുമയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണില്ല. ജിമ്മിൽ പോയിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ജിമ്മിൽ പോയി കഴിഞ്ഞ് ഇനി നീര് വീണാലാന്ന് ഓർത്ത് ജിമ്മിൽ പോയിട്ടില്ല. ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതിയെ ഞാനിങ്ങനെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഓർക്കുമല്ലേ നമ്മുടെ സുതപ്പൻ എന്ത് ചെയ്യുന്നു? സുതപ്പൻ നമ്മുടെ ജില്ലയിലേക്ക് നാടക മത്സരത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് പ്രാക്ടീസ് ആയതുകൊണ്ട് ആളൊരു 9:30 ആവും ഇവിടെ എത്തുമ്പോൾ. 9 മണി 8:45 കഴിയുമ്പോഴേക്കും സൈക്കിളൊക്കെ ചവിട്ടി പയ്യെ ഇങ്ങനെ വരും. അപ്പം മുമ്പ് അങ്ങനെയല്ല, ഞാനാണ് കൊണ്ടുവന്നാക്കിയിരുന്നത്. പക്ഷെ ആളിപ്പോൾ 6 മണിയാകുമ്പോൾ തന്നെ ട്യൂഷൻ കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോവും ഓഫീസിൽ കയറിയിട്ട്. അപ്പം ഇന്നിപ്പോൾ ഓഫീസിൽ കയറാനായിട്ട് ആൾ മറന്നല്ല, നേരം വൈകി എന്ന് പറഞ്ഞിട്ട് നേരെ പോയേന്. ഇപ്പം ഞാൻ വിളിച്ച് കൊച്ചു പരിഭവമൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതായത് നമ്മുടെ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ ഒക്കെ എടുക്കണത്. അപ്പോൾ നമുക്കിന്ന് ഇനി അടുക്കളയിലിട്ട് സാധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കുളിച്ചിട്ടൊക്കെയുള്ള നമ്മളെവിടെയെങ്കിലും ഇരിക്കാറ്. അപ്പം ഞാൻ ഓർത്ത് എന്തിനാ നേരത്തെ പണി കഴിച്ചിട്ട് അവൻ എന്തായാലും 9:30 ആകുമ്പോൾ വരുമ്പോൾ അതുവരെ ഞാനിങ്ങനെ ഫോണിൽ തോണ്ടി നിൽക്കുക. അതല്ലെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ വിളിക്കാനൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ വിളിച്ചൊക്കെ ആ നേരം ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കും. ഭയങ്കര ബോറാണല്ലേ നമുക്ക്, വീട്ടിൽ ആരും ഇല്ലാതെ എങ്ങനെ നിൽക്കാനായിട്ടാണ്. ചേട്ടൻ എപ്പോഴും പറയും, പകലിങ്ങനെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ പറയും നിങ്ങളൊന്നും ഇല്ലാതെ ഒരു രസമില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും പിന്നെ അതിനെന്താ കിടന്ന് ഉറങ്ങിക്കൂടെ എന്നൊക്കെ പറയും. പക്ഷെ നമുക്കും വലിയ രസമൊന്നും തോന്നണില്ല. ചേട്ടൻ പറഞ്ഞ് വളരെ ശരിയാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മലക്കുപോക്ക് കാര്യങ്ങളൊക്കെ, നോയമ്പുകളും അങ്ങനെ അമ്പലത്തിലും അങ്ങനെ ഒരു ഭക്തി സാന്ദ്രമായ കുറച്ച് ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകണത്. അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൽ 2 നേരം ഒന്നും പോകാൻ പറ്റുള്ള വയ്യായി കാരണം. അല്ലെങ്കിൽ ഞാൻ മണ്ഡലമാസമൊക്കെ വൈകുന്നേരമൊക്കെ പോകാറുണ്ട്. പിന്നെ സുധുവുമില്ലല്ല. എന്തായാലും അവൻ്റെ നാടകം 29-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഇനി വൈകുന്നേരം അമ്പലത്തിൽ പോകാനായിട്ട്. പിന്നെ വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വൈകുന്നേരം പോയിട്ടുണ്ടായില്ല. അങ്ങനെ കഴിഞ്ഞ ആഴ്ച എനിക്ക് അങ്ങനെ പോകാനും പറ്റി. അതൊക്കെ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴും പിന്നെ പനിയൊക്കെ ആയത്. എന്നാലും പനിയൊക്കെ വരുമല്ലോ, മനുഷ്യ സഹജമാണല്ല, പനിയൊക്കെ വരണമല്ല. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പം ഇന്നത്തെ വേറൊരു വിശേഷം ഉണ്ട് കേട്ടോ. നമ്മുടെ സുനിച്ചേട്ടനും മൈത്രിയമ്മയും കൂടി കൃഷി ചെയ്ത് പയറുണ്ടായിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പം ഇന്ന് നമ്മൾ ഈ പയറും കഞ്ഞിയുമാണ്. രാത്രി കഞ്ഞിയാണ് ഇപ്പം. അല്ലെങ്കിൽ കഞ്ഞിയൊക്കെ തന്നെയാണ്, എന്നാലും ഇന്ന് കഞ്ഞി തന്നെയാണ്. അപ്പോൾ കഞ്ഞി അപ്പം ഞാനാണെങ്കിൽ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഈ ചുമന്ന പയർ നല്ല ഇതാണല്ലോ. അപ്പം ചുമന്ന പയർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വളർത്താന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷേ അതവിടെ വളർത്താന്ന് വിചാരിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ സ്വന്തം എൻ്റെ കയ്യിൻ്റെ ഇത്രയുണ്ട് നല്ല കർഷകർ അമ്മയും കുഞ്ചേട്ടൻ കളച്ചൊക്കെ കൊടുത്ത് അമ്മ അതിനെ പരിപാലിച്ച് ഞങ്ങളാണെങ്കിൽ അവസാനം ഇതെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാം. ഇത്രയും ഉള്ളതുകൊണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പയറൊക്കെ അങ്ങോട്ട് ഒടിച്ച് നമുക്കിനി നമ്മുടെ ഈ സുതപ്പനും കൂടി വന്നിട്ടുള്ള നമ്മുടെ കൊച്ചു വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോണത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞോട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ബെല്ലൈക്കൺ അമർത്തണേ. അപ്പോൾ നമുക്കിനി എന്തായാലും വേഗം തന്നെ ഇതൊക്കെ നൂരാന്നങ്ങാട് ഒടിച്ചൊക്കെ എടുത്തിട്ട് വേഗം തന്നെ കഞ്ഞി അടുപ്പത്തിടുക. കഞ്ഞി നമ്മൾ റേഷനറി ആയതുകൊണ്ട് വേഗം തന്നെ ആവുമല്ലോ. അപ്പം കഞ്ഞിയും ആക്കിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വേറെ കുടിക്കാം. പിന്നെ എൻ്റെ പണി ഏകദേശം ഇവിടം വരെ ആയിട്ടുണ്ട്. കഞ്ഞി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം എസ്റ്റേറ്റിലെ സ്വന്തം പയറിനെ ഞാൻ അടപ്പത്താക്കിയിട്ടുണ്ട്. നല്ല മുളകൊക്കെ ചതച്ച് നല്ലതായിട്ട് അടിപൊളിയായിട്ട് വളർത്താനായിട്ട് അടപ്പത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇനി മറ്റേ നമ്മൾ മേടിച്ച പയറ് കൂട്ടി കുഴച്ച് ഇതാക്കണ്ടെന്ന് ഓർത്ത് ഇനി അത് മാത്രമായിട്ട് വളർത്തി കഴിക്കുക. ബാക്കിയുള്ള നമ്മൾ ഇനി വേഗം നന്നാക്കാൻ പാത്രമൊക്കെ റെഡിയാക്കി വെച്ചേക്കാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ നല്ലതായിട്ട് പണി കുറവായിരിക്കുള്ളൂ. അച്ചിങ് ഓടിക്കാനെങ്ങനെ നാളെ രാവിലെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്ന് നാളത്തെ ഒരു ദിവസം. അച്ചിങ്ങ കൂർക്ക ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം നന്നാക്കി വെക്കണമെങ്കിൽ എൻ്റെ ഒരു ഇതിന് നല്ലതാട്ടോ. അതല്ലെങ്കിൽ ദിവസം മൊത്തം പോകും. അപ്പം ഇനി എന്തായാലും
ഈ അച്ചിങ്ങയും ഒടിച്ച് വെച്ച് നമുക്ക് സുതപ്പനെയും കാത്തിരിക്കുക. ബാക്കി നമ്മുടെ സുതപ്പം വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. ഇപ്പോൾ സുധു വിചാരിച്ചേക്കണത് ഞാൻ പിണങ്ങോ എന്നൊക്കെ വിചാരിച്ചായിരുന്നിട്ട്. അപ്പം ഞാൻ വിളിച്ച് ഞാനിപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല, എന്താണെന്ന് വെച്ചാൽ ഒന്നും കഴിച്ചിട്ടില്ല വൈകുന്നേരം. സാധാരണ ഓഫീസിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ വിശക്കൂലല്ലോ. അപ്പം ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ കൂടി എന്തെങ്കിലും മനസ്സ് കഴിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കഴിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനമുള്ള അവിടെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇവിടെ വന്നാലും നമുക്കും എന്തെങ്കിലും കഴിക്കുമ്പോൾ ഒരു സമാധാനമായിട്ട് നമുക്കും കഴിക്കുക. എന്തെങ്കിലും വിശക്കുമ്പോൾ അവനും കഴിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് അമ്മ എനിക്ക് നേരം ഉണ്ടായില്ല അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ്. ബാക്കി വിശേഷം നമുക്ക് അവൻ വരുമ്പോൾ ചോദിക്കാം അവനോട്, അവൻ എന്താണ് പറയണേന്നൊക്കെ അവൻ വരുമ്പോൾ ചോദിക്കുക. എന്തായാലും ഇനി ഞാൻ ഈ അച്ചിങ് കുടിച്ചിട്ടും വരാം. സമയം ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 10 മിനിറ്റ് ഫാസ്റ്റാക്കി വെച്ചിരുന്നുണ്ട്. 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ കഞ്ഞി, നമ്മുടെ സ്വന്തം സ്വന്തം അച്ചിങ്ങ പയറൊക്കെ കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ ഞാൻ കഞ്ഞിയുടെ മുകളിൽ തന്നെ കേട്ടോ പയറിട്ട് തന്നിട്ട് ഇങ്ങനെ ഇളക്കി കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേ നമ്മുടെ സുതപ്പൻ്റെ ചോറും നമ്മുടെയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സുധു ആണെന്നുള്ളൂ കേട്ടോ. സുധു നാടക പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോണുള്ളൂ. റെസ്റ്റ് ചെയ്യാനുള്ള നേരമൊന്നുമില്ല, ഇനിയിപ്പോൾ കഞ്ഞി കുടിക്കാൻ കിടക്കാന്നുള്ളൂ. അപ്പം ഇത്രയും നേരം വിശന്നില്ലേ? ചെറുതായിട്ട് വിശക്കട്ടെ. ആദ്യം എൻ്റെ ഓഫീസിൽ കയറിയിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും മേടിച്ചു തരാം. ട്യൂഷൻ ക്ലാസ്സിന് ഇട്ടപ്പോൾ വൈകി. എനിക്കാണെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഇത്തിരി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണോണ്ട് ഇപ്പോൾ വന്നപ്പോഴും കൂടി ഞാൻ അത് പറഞ്ഞിങ്ങനെ. അപ്പോൾ സുനിച്ചേട്ടൻ വിളിച്ചപ്പോഴാണെങ്കിൽ ചേട്ടനുമായിട്ട് പറഞ്ഞ് ഞങ്ങളിങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വിശന്ന് പൊരിഞ്ഞിട്ടുണ്ടാവുന്നത്. അതുകൊണ്ട് ഞാൻ അധികം സമയമൊന്നും കളയാതെ വേഗം തന്നെ കഞ്ഞിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സുധു ഇതിപ്പോൾ ഇന്ന് ആയിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. അമ്മാമ്മ ആയിട്ടില്ലെന്ന് പറഞ്ഞെങ്കിലും വൈകുന്നേരം ഇതൊക്കെ പൊട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിനെയൊക്കെ ഒലത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.